ഹായ് ഫ്രണ്ട്സ്, വീക്ക് 7 വീഡിയോ 17ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെയും എന്റെ ലൈവ് സെഷൻ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ മിസ്സിംഗ് ഔട്ട്. ലൈവ് സെഷൻ ജോയിൻ ചെയ്യാൻ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലൈവ് സെഷൻ എല്ലാ സൺഡേയും 11 to 11:40 AM ആണ്. ലൈവ് സെഷന്റെ ലിങ്ക് ടെലിഗ്രാം ചാനലാണ് ഷെയർ ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, എത്രയും പെട്ടെന്ന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇന്ന് നമ്മൾ ഇന്ററോഗേറ്റീവ് ഫോം ഓഫ് ക്യാൻ ആൻഡ് കാണ്ട് ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ററോഗേറ്റീവ് സെന്റൻസസിന്റെ അർത്ഥം ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കും. ഇപ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കും. റൈറ്റ്. ഇപ്പോൾ ഇന്ററോഗേറ്റീവ് സെന്റൻസസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇന്ററോഗേറ്റീവ് വേർഡ്സ് ആവശ്യമാണ്. ഇന്ററോഗേറ്റീവ് വേർഡ്സ് ഇല്ലാതെ ഇന്ററോഗേറ്റീവ് സെന്റൻസസ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ററോഗേറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണ് അത് നോക്കാം. ഇതിനെ നമ്മൾ IW എന്നാണ് ഷോർട്ട് ഫോമിൽ മനസ്സിലാക്കാൻ പോകുന്നത്. സോ IW മീൻസ് ഇന്ററോഗേറ്റീവ് വേർഡ്സ്. അപ്പോൾ ഏതൊക്കെ ഇന്ററോഗേറ്റീവ് വേർഡ്സ് ആണുള്ളത് നോക്കാം. എന്ത്, വാട്ട്, എന്തുകൊണ്ട്, വൈ, എപ്പോൾ, വെൻ, എവിടെ, വേർ, എങ്ങനെ, ഹൗ, ആര്, ഹൂ, എത്രമാത്രം, ഹൗ മച്ച്, എത്ര, ഹൗ മെനി. ഇപ്പോൾ ഇതിലും കൂടുതൽ ഇന്ററോഗേറ്റീവ് വേർഡ്സ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷുമായി ബേസ്ഡ് ആയിട്ടുള്ള വിച്ച് ആർ വെരി ഇമ്പോർട്ടന്റ് ആസ് റിഗാർഡ്സ് ടു സ്പോക്കൺ ഇംഗ്ലീഷ്. അതിനാൽ ഇപ്പോൾ ആവശ്യമുള്ളത് മാത്രം മനസ്സിലാക്കാം. ഇപ്പോൾ ഹൗ മച്ച് എണ്ണാൻ കഴിയാത്തതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഇസ് അൺകൗണ്ടബിൾ നൗൺസിന് വേണ്ടി. ഹൗ മച്ച് ഓഫ് വാട്ടർ, ഹൗ മച്ച് ഷുഗർ, ഹൗ മച്ച് മിൽക്ക്, അങ്ങനെ. ഇപ്പോൾ എണ്ണാൻ കഴിയുന്ന നൗൺസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഹൗ മെനി. അതായത് കൗണ്ടബിൾ നൗൺസിന് വേണ്ടിയിട്ട് നമ്മൾ ഹൗ മെനി എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പെൻസ്, മൊബൈൽസ്, ലാപ്ടോപ്സ്, കാർസ്, അങ്ങനെ. ഇപ്പോൾ ഇന്ററോഗേറ്റീവ് സെന്റൻസസ് ഉണ്ടാക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്പർ 1, ഇന്ററോഗേറ്റീവ് സെന്റൻസസിൽ ഇന്ററോഗേറ്റീവ് വേർഡ്സ് ആദ്യം വരും. നമ്പർ 2, ഇന്ററോഗേറ്റീവ് വേർഡ്സിന് ശേഷം മോഡൽ വേർബ്സ് ആണ് വരുന്നത്. പിന്നീട് സബ്ജക്ട്. ഇപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? ആദ്യം വരുന്നത് ഇന്ററോഗേറ്റീവ് വേർഡ്സ്. അതായത് ഇന്ററോഗേറ്റീവ് വേർഡ്സ് പ്ലസ് ക്യാൻ പ്ലസ് സബ്ജക്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്ട് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പോൾ വാലിടാൻ മറക്കരുത് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ മാർക്സ് കിട്ടില്ല. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. പങ്ക്ച്വേഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ബി വെരി വെരി പെർട്ടിക്കുലർ അബൌട്ട് പങ്ക്ച്വേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും ശ്രദ്ധിച്ച് ഇടുക. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ അഫർമേറ്റീവ് ആൻഡ് നെഗേറ്റീവ് സെന്റൻസസ് ആണ് മനസ്സിലാക്കിയത്. ആ ഫോർമുലയിൽ സബ്ജക്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ സബ്ജക്ട് എവിടെ പോയി കൂട്ടുകാരെ? 3ാം സ്ഥാനത്ത്. അവിടെ സബ്ജക്ട് ആദ്യമാണ് വന്നത്. ഇനിയും ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അവിടെ സബ്ജക്റ്റിന് ശേഷമാണ് ക്യാൻ വരുന്നത്. പക്ഷെ ഇവിടെ ക്യാൻ സബ്ജക്റ്റിന് മുമ്പിലാണ്. ഇപ്പോൾ കളി മാറി, റൈറ്റ്? ഇവിടെ ഫോർമുല കംപ്ലീറ്റ്ലി മാറി. ഇപ്പോൾ ഗെയിം ചേഞ്ച് ആയി. അതിനാൽ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ. ഇപ്പോൾ ഈ സെന്റൻസ് നോക്കൂ. നിങ്ങൾക്ക് എപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കാൻ കഴിയും? ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്? നിങ്ങൾക്ക്, അതിന് പകരം യു. എപ്പോൾ, വെൻ. മൂന്നാമത് ന്യൂസ് പേപ്പർ, ഒബ്ജക്ട്. വായിക്കാൻ, റീഡ്. കഴിയും, ക്യാൻ. അപ്പോൾ എങ്ങനെയായിരിക്കും സ്ട്രക്ചർ? യു, വെൻ, ന്യൂസ് പേപ്പർ, റീഡ്, ക്യാൻ. അപ്പോൾ 50% ആളുകൾ നിങ്ങൾ എന്ന് കാണുമ്പോൾ യു എന്ന് അവിടെ ചേർക്കും. അതിനുശേഷം എപ്പോഴിന് വെൻ ചേർക്കും. ന്യൂസ് പേപ്പറിന് സെയിം ന്യൂസ് പേപ്പർ തന്നെ. വായിക്കാൻ, റീഡ്. കഴിയും, ക്യാൻ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് തെറ്റാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി യു ചേർത്തു, എപ്പോഴിന് വേണ്ടിയിട്ട് വെൻ, ന്യൂസ് പേപ്പർ അത് തന്നെ, വായിക്കാൻ, റീഡ്, കഴിയും, ക്യാൻ. അപ്പോൾ മലയാളത്തിൽ പറയുന്ന പോലെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ കഴിയുമോ? ഇങ്ങനെ എഴുതിയാൽ മലയാളം പോലെയാണ് ഇംഗ്ലീഷ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് മലയാളം പോലെ അല്ല ഇംഗ്ലീഷ്. മലയാളം ബ്രഹ്മിക് സ്ക്രിപ്റ്റ് ആണ്, എന്നാൽ ഇംഗ്ലീഷ് റോമൻ സ്ക്രിപ്റ്റ് ആണ്. രണ്ടിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ദിവസം സിയ കുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. കുക്കിംഗ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പാൻ ഗ്യാസിലേക്ക് വെച്ചു. എന്നിട്ട് പച്ചക്കറി അരിയാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ചൂടായ പാനിൽ വെണ്ടയ്ക്കയാണ് ഇട്ടത്. പിന്നീട് മസാല ഇട്ടു. അതിനുശേഷം ഉള്ളി ഇട്ടു. പിന്നീട് എണ്ണയും ഒഴിച്ചു. കുറച്ച് വെള്ളം ചേർത്തു. ഇപ്പോൾ ഡിഷ് തയ്യാർ. ഇത് ട്രയൽ അല്ലേ? കഴിക്കാൻ സൊമാറ്റോയിൽ തന്നെ ഓർഡർ ചെയ്യാം.
റൈറ്റ്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്താലോ? എന്ത് ആദ്യം കയ്യിൽ കിട്ടിയോ നമ്മൾ അത് പാനിൽ ആദ്യം ഇട്ടു. ഇത് ശരിയല്ലല്ലോ. ഓരോ റെസിപ്പിക്കും അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. അതുപോലെയാണ് ഇംഗ്ലീഷിലെ സെന്റൻസ് സ്ട്രക്ചർ. അപ്പോൾ ആദ്യം എന്താണ് ഇടേണ്ടത്? ഇൻട്രോഗേറ്റീവ് വേർഡ്സ് പ്ലസ് can പ്ലസ് സബ്ജക്ട്. ഇവിടെ സബ്ജക്ട് എന്താണ്? യു. ഇൻട്രോഗേറ്റീവ് വേർഡ്സ് IW പ്ലസ് can പ്ലസ് യു പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ verb പ്ലസ് object പ്ലസ് question mark. അപ്പോൾ ഇവിടെ IW ഏതാണ്? when can, സബ്ജക്ട് എന്താണ്? യു. when can you, ഫസ്റ്റ് verb എന്താണ്? read. when can you read, object the newspaper. when can you read the newspaper. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ വളരെ ബേസിക് കോൺസെപ്റ്റ് ആണ്. മലയാളം പോലെ അല്ല ഇംഗ്ലീഷ്. ഇപ്പോൾ മലയാളത്തിൽ നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? യു, സബ്ജക്റ്റിൽ നിന്ന്. പക്ഷെ ഇവിടെ യു തേർഡ് പൊസിഷനിലാണ്. മലയാളത്തിൽ ന്യൂസ് പേപ്പർ തേർഡ് പൊസിഷനിലാണ്. പക്ഷെ ഇവിടെ ഒബ്ജക്ട് ലാസ്റ്റിലാണ്. ഇതുകൊണ്ടാണ് നമ്മൾക്ക് ഇംഗ്ലീഷ് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നത്. സോ when can you read the newspaper. നിങ്ങൾക്ക് എങ്ങനെ പോകാനാകും? how can you go. നിങ്ങൾക്ക് എങ്ങനെ വരാനാകും? how can you come. നിങ്ങൾക്ക് എങ്ങനെ വായിക്കാൻ കഴിയും? how can you read. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ കഴിയും? how can you study. നിങ്ങൾക്ക് എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും? how can you teach. നിങ്ങൾക്ക് എങ്ങനെ മഴയത്ത് കളിക്കാൻ കഴിയും? how can you play in the rain. when can you play. നിങ്ങൾ എപ്പോഴാണ് കളിക്കുന്നത്? where can you play. നിങ്ങൾക്ക് എവിടെ കളിക്കാൻ കഴിയും? what can you play. നിങ്ങൾക്ക് എന്ത് കളിക്കാൻ കഴിയും? what can you teach. ഇപ്പോൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് എങ്ങനെ മനസ്സിലാക്കാം? ആൻസർ കൊടുക്കുന്ന രീതിയിലൂടെയാണ് നമ്മൾക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ടൈപ്പ് ഏതാണ്? ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇതിന്റെ ആൻസർ ഒരു ഡെഫിനിറ്റ് വേർഡ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആൻസർ ആണ്. സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യന്റെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ ആണ്. ഇപ്പോൾ ഞാൻ എന്താണ് പറയുന്നത്? ഈ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഒരു സ്പെഷ്യൽ ആൻസർ ആണ്, ഒരു ഡെഫിനിറ്റ് ആൻസർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനില് ആൻസർ ഒരു പക്ഷേ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇപ്പോൾ ഞാനൊരു കുട്ടിയോട് ചോദിക്കുകയാണ്, മോന്റെ സ്ഥലം എവിടെയാണ്? ഇപ്പോൾ ഉത്തരം എറണാകുളമാണ്. ഇതൊരു സ്പെഷ്യൽ വേർഡ് ആണ്. സ്കൂളിൽ എങ്ങനെയാണ് പോകുന്നത്? ബസ്സിൽ പോകുന്നു. ഇവിടെ ബസ് ഒരു സ്പെഷ്യൽ വേർഡ് ആണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ. അച്ഛൻ എവിടെയാണ് ജോലി? ബാങ്കിൽ. സോ ഫ്രണ്ട്സ്, ഇവിടെയെല്ലാം ഒരു സ്പെഷ്യൽ വേർഡ് ആണ് ഉത്തരമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, മോൻ നോൺ വെജ് ആണോ? ഉത്തരം എങ്ങനെയായിരിക്കും? യെസ് ഓർ നോ. എറണാകുളത്ത് തന്നെയാണ് താമസിക്കുന്നത്? യെസ് ഓർ നോ. സ്ഥലം എവിടെയാണ്? ഇവിടെ യെസ് ഓർ നോ കൊണ്ട് കാര്യം നടക്കുമോ? നിങ്ങൾക്ക് ആൻസർ കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇനി ഒരു ഷോർട്ട് കട്ട് നോക്കാം. ഏത് ക്വസ്റ്റ്യൻ കഴിയുമോ, പഠിക്കുമോ, കണ്ടിട്ടുണ്ടോ, പോകുമോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അവസാനിക്കുന്നു അതിന്റെ എല്ലാ ആൻസേഴ്സും യെസ് ഓർ നോ ആയിരിക്കും. നിങ്ങൾക്ക് കാർ ഓടിക്കാൻ കഴിയുമോ? നിങ്ങൾ എപ്പോഴെങ്കിലും മൂന്നാറിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ ദൃശ്യം 2 കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും അമേരിക്കയിലേക്ക് പോകുമോ? ഇപ്പോൾ ഞാൻ ഈ സെന്റൻസസ് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ടെൻസിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പോയിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ തന്നെയാണ്. സോ ഫ്രണ്ട്സ്, എല്ലാ യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? can പ്ലസ് സബ്ജക്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ verb പ്ലസ് ഒബ്ജക്ട് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ ഇൻട്രോഗേറ്റീവ് വേർഡ്സ് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് തുടങ്ങുന്നത്? നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ കഴിയുമോ? ക്യാൻ യു റീഡ് ദ ന്യൂസ് പേപ്പർ? നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയാമോ? ക്യാൻ യു മേക്ക് ടീ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ക്യാൻ വെച്ച് തന്നെയാണ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയുമോ? ക്യാൻ യു ഗെറ്റ് അപ്പ് ഏർലി? നിങ്ങൾക്ക് മല കയറാൻ കഴിയുമോ? ക്യാൻ യു ക്ലൈംബ് ദ ഹിൽ? എനിക്കൊരു കോഫി തരാമോ? ക്യാൻ ഐ ഹാവ് എ കോഫി? അജയ്ക്ക് നിങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? ക്യാൻ അജയ് ടേക്ക് യു ടു ദ എയർപോർട്ട്? നിങ്ങൾക്ക് പാടാൻ കഴിയുമോ? ക്യാൻ യു സിംഗ്? നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയാമോ? ക്യാൻ യു പ്ലേ ക്രിക്കറ്റ്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമോ? ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? നിങ്ങൾക്ക് കത്ത് എഴുതാൻ അറിയാമോ? ക്യാൻ യു റൈറ്റ് എ ലെറ്റർ? നിങ്ങൾക്ക് പാകം ചെയ്യാൻ അറിയാമോ? ക്യാൻ യു കുക്ക്? ഇനി നമ്മൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് ആണ് നോക്കാൻ പോകുന്നത്. ഇവിടുത്തെ റൂൾ എങ്ങനെയാണ്? ഇൻട്രോഗേറ്റീവ് വേർഡ് പ്ലസ് ക്യാൻ പ്ലസ് നോട്ട് പ്ലസ് സബ്ജക്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ verb പ്ലസ് ഒബ്ജക്ട് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റൂൾ എങ്ങനെയാണ്? ഇൻട്രോഗേറ്റീവ് വേർഡ് പ്ലസ് ക്യാൻ പ്ലസ് സബ്ജക്ട് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ verb പ്ലസ് ഒബ്ജക്ട്
plus question mark. അപ്പോൾ canന്റെ കൂടെ ഒരു not ചേർത്താൽ മതി. Interrogative word plus can plus not plus subject plus first form of the verb plus object plus question mark. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ മെത്തേഡാണ്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ നോട്ട് ചേർക്കാം. ആദ്യത്തെ നമ്മൾ മോഡൽ വെർബിന്റെ കൂടെ തന്നെ നോട്ട് ചേർക്കും. അതായത് why cannot you play cricket or why can't you play cricket. Cannot the short form ആണ് can't. Why can't you play cricket? ഇത് നമ്മൾക്ക് വേറെ രീതിയിൽ എഴുതാം. Why can you not play cricket? ഇവിടെ സബ്ജക്റ്റിന് ശേഷമാണ് നോട്ട് ചേർക്കുന്നത്. Why can you not play cricket? അപ്പോൾ സബ്ജക്റ്റിന് മുമ്പിൽ നോട്ട് ചേർക്കാം, അല്ലെങ്കിൽ സബ്ജക്റ്റിന് ശേഷം നോട്ട് ചേർക്കാം. And now friends, it's time for the practice exercise. ഈ പിക്ചറിനെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്തറിയിക്കുക. ഈ വീക്കിലെ നമ്മളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ടോപ്പിക് ആണ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. So see you in the